നമസ്കാരം. നമ്മളിന്ന് MA സൈക്കോളജിയിലെ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ സിലബസിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 4-ലെ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ സർഗാത്മകത? അതിൻ്റെ പല വശങ്ങൾ, ഘട്ടങ്ങൾ, പിന്നെ ബുദ്ധിയുമായുള്ള ബന്ധം എങ്ങനെ അളക്കാം? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. അപ്പോ സർഗാത്മകത എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, പുതിയതും ആരും പ്രതീക്ഷിക്കാത്തതും എന്നാൽ അതേസമയം ഉപയോഗപ്രദവും സാഹചര്യത്തിന് ചേർന്നതുമായ അങ്ങനെയുള്ള ആശയങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവാണ്. സ്റ്റേൺബർഗും ലുബാർട്ടുമൊക്കെ പറയുന്നത് പോലെ ഇത് വെറുതെ ചിന്തിക്കുന്നതല്ല, മറിച്ച് ആ ചിന്തയ്ക്കൊരു ലക്ഷ്യം വേണം, അത് പ്രാവർത്തികമാക്കണം. അതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ സ്റ്റെൻബർഗിൻ്റെ ആ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കോൺഫ്ലുവൻസ് തിയറി അത് ഇതിലേക്ക് കുറച്ചുകൂടി വ്യക്തത തരുന്നുണ്ടല്ലോ, അല്ലേ? സർഗാത്മകത ഒറ്റയ്ക്കല്ല, പലതും ചേർന്നതാണ് എന്ന്. അതെ അതെ, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ തിയറി അനുസരിച്ച് ഒരു ആറ് വ്യത്യസ്ത കാര്യങ്ങൾ ഒരുമിച്ച് വരണം. 6 കാര്യങ്ങളോ? എന്തൊക്കെയാണത്? 1. ബൗദ്ധിക കഴിവുകൾ. അതായത് പ്രശ്നങ്ങളെ പുതിയ രീതിയിൽ കാണാനുള്ള കഴിവ്, ആശയങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്, പിന്നെ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താനുള്ള കഴിവ്. 2. അറിവ്. ഒരു വിഷയത്തെക്കുറിച്ച് നല്ല ധാരണ വേണം. ശരിയാണ്. 3. ചിന്താശൈലികൾ. പ്രത്യേകിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു താൽപ്പര്യം. അതിനെ ലെജിസ്ലേറ്റീവ് സ്റ്റൈൽ എന്നൊക്കെ പറയും. ഓക്കെ. 4. വ്യക്തിത്വം. അതായത് റിസ്ക് എടുക്കാനുള്ള ധൈര്യം, തോറ്റാലും വിടാതെ പിടികൂടാനുള്ള ഒരു വാശി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്ഥിരോത്സാഹം. അതെ, സ്ഥിരോത്സാഹം. പിന്നെ 5. പ്രചോദനം, മോട്ടിവേഷൻ. ചെയ്യുന്ന കാര്യത്തിലൊരു ആന്തരിക താൽപ്പര്യം വേണം. ശരി. 6. ഒരു പിന്തുണയ്ക്കുന്ന പരിസ്ഥിതി, ചുറ്റുപാട് അനുകൂലമായിരിക്കണം. അപ്പോ ഈ 6ഉം ചേരുമ്പോഴാണ് സർഗാത്മകത ശരിക്കും പുറത്തുവരുന്നത്. മനസ്സിലായി. അപ്പോ ഈ ഘടകങ്ങളെല്ലാം ഒരാളിൽ ഒത്തുചേർന്നാൽ അവരുടെ ചിന്തകൾ, അതിൻ്റെ രീതി എങ്ങനെയായിരിക്കും? അവിടെയാണോ ഈ ഗിൽഫോർഡിൻ്റെയും ടോറൻസിൻ്റെയും ഒക്കെ ആശയങ്ങൾ വരുന്നത്? ശരിയാണ്. ഗിൽഫോർഡ് പറഞ്ഞത് ഡൈവേർജന്റ് തിങ്കിങ് എന്നതിനെക്കുറിച്ചാണ്. അതായത് ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഒരുപാട് വ്യത്യസ്തമായ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്. പല ദിശകളിലേക്ക് ചിന്തിക്കുക. അതെ അതെ. ടോറൻസ് ഇതിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കി. അദ്ദേഹത്തിന്റെ ആ TCT ടെസ്റ്റില്ലേ, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഉണ്ട്. അതിൽ അദ്ദേഹം ചില പ്രധാന വശങ്ങൾ പറഞ്ഞു. 1. ഫ്ലുവൻസി. എത്ര ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത്. എണ്ണം. അതെ, എണ്ണം. പിന്നെ ഒറിജിനാലിറ്റി. എത്രത്തോളം പുതുമയുണ്ട്, മറ്റാരും ചിന്തിക്കാത്തതാണോ. പിന്നെ ഇലാബറേഷൻ. ഒരു ആശയം കിട്ടിയാൽ അതിനെ എത്രത്തോളം വിശദമാക്കാൻ പറ്റുന്നു, ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. അതുപോലെ അബ്സ്ട്രാക്ട്നെസ് ഓഫ് ടൈറ്റിൽസ്. പിന്നെ റെസിസ്റ്റൻസ് ടു പ്രീമച്യൂർ ക്ലോഷർ. അതായത് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താതെ കുറച്ചുകൂടി ഓപ്പണായിട്ടിരിക്കാനുള്ള കഴിവ്. തുറന്ന മനസ്സ്. അതെ. ഇതിൽ ഫ്ലെക്സിബിലിറ്റി, അതായത് ആശയങ്ങളുടെ വൈവിധ്യം എന്നൊരു ഘടകമുണ്ടായിരുന്നു, അത് പിന്നീട് ഒഴിവാക്കി. ശരി. അപ്പൊ ഈ ചിന്തയൊക്കെ നടക്കുന്നത് അതിനൊരു ക്രമമുണ്ടോ, അതോ പെട്ടെന്നൊരു നിമിഷത്തിൽ മിന്നുന്നതാണോ ഐഡിയ? വാലസ് പറഞ്ഞ ഘട്ടങ്ങൾ. വാലസ് പറഞ്ഞ 4 ഘട്ടങ്ങൾ അത് വളരെ ക്ലാസിക്കാണ്. 1. തയ്യാറെടുപ്പ്, പ്രിപ്പറേഷൻ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, വിവരങ്ങൾ ശേഖരിക്കുക. ശരി. 2. ഇൻക്യുബേഷൻ. ഇത് രസകരമാണ്. നമ്മൾ ബോധപൂർവം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നൊരു സമയം, പക്ഷേ ഉപബോധ മനസ്സിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ അറിയാതെ നടക്കുന്ന പ്രോസസ്. അതെ. 3. ഇല്യൂമിനേഷൻ, ആ യുറീക്ക മൊമെന്റ്. പെട്ടെന്ന് ആ ഉത്തരം അല്ലെങ്കിൽ ആശയം മനസ്സിൽ തെളിയുന്നത്. ആണോ, പ്രായോഗികമാണോ എന്നൊക്കെ നോക്കി വേണമെങ്കിൽ മാറ്റം വരുത്തുന്ന ഘട്ടം. ഈ ഇൻക്യുബേഷൻ സ്റ്റേജ്, നമ്മൾ ചിലപ്പോൾ കുളിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ പുതിയ ഐഡിയ കിട്ടും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടാവാം, അല്ലേ? അതെ, അതിന് സാധ്യതയുണ്ട്. നമ്മൾ ആക്റ്റീവായി ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തലച്ചോറിന് ചിലപ്പോൾ പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാവാം. ശരിയാണ്. ഇനി എപ്പോഴും ഒരു ചോദ്യം വരുന്നതാണ്, ബുദ്ധിയും സർഗാത്മകതയും തമ്മിലുള്ള ബന്ധം. നല്ല IQ ഉള്ളവർ കൂടുതൽ ക്രിയേറ്റീവായിരിക്കുമോ? ഇതൊരു ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പഠനങ്ങൾ പൊതുവെ കാണിക്കുന്നത് ഇവ തമ്മിൽ ഭയങ്കര ശക്തമായൊരു ബന്ധമൊന്നും ഇല്ല എന്നാണ്. ഓഹോ.
ഗിൽഫർഡ് തന്നെ ഒരു ത്രെഷോൾഡ് ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർഗാത്മകതയ്ക്ക് ഒരു മിനിമം ലെവൽ ഐക്യു ഏകദേശം ഒരു 120 ആവശ്യമായിരിക്കാം. ഒരു അടിസ്ഥാനം പോലെ. അതെ, പക്ഷേ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ അതിനു മുകളിലേക്ക് ഐക്യു കൂടുന്നത് കൊണ്ട് മാത്രം സർഗാത്മകത കൂടണമെന്നില്ല. അവിടെ പിന്നെ മറ്റേ ഘടകങ്ങളില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിത്വം, പ്രചോദനം, അറിവ്, ചിന്താശൈലി, സാഹചര്യം, അതൊക്കെ കൂടുതൽ പ്രധാനമാവും. ഇപ്പോൾ ബുദ്ധി ഒരു വാതില് തുറന്നു തരും, പക്ഷെ അകത്തേക്ക് കയറി പുതിയത് കണ്ടെത്താൻ മറ്റു പലതും വേണം. അതുതന്നെ, ഉയർന്ന ഐക്യു മാത്രം പോരാ. ശരി. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒന്നിനെ എങ്ങനെയാണ് അളക്കുന്നത്? ടെസ്റ്റുകൾ വല്ലതുമുണ്ടോ? ഉണ്ട്. ഏറ്റവും പ്രശസ്തമായത് നേരത്തെ പറഞ്ഞ ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, TTCT ആണ്. അത് പ്രധാനമായും അളക്കുന്നത് ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ആ ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, ഇലാബണേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കും. അതിന് വെർബൽ, അതായത് വാക്കുകൾ ഉപയോഗിച്ചുള്ളതും ഫിഗറൽ, ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ളതുമായ രൂപങ്ങളുണ്ട്. ശരി. പക്ഷേ ഈ ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. ഉദാഹരണത്തിന്, ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, സമയപരിധി, ഇതൊക്കെ റിസൾട്ടിനെ ബാധിക്കാം. സ്വാഭാവികമാണല്ലോ. അതെ. പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ കാണിക്കുന്ന സർഗാത്മകതയുടെ എല്ലാ വശങ്ങളും ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റിന് അളക്കാൻ പറ്റുമോന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ശരിയാണ്. ആ ഒരു വിമർശനം നിലവിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് സർഗാത്മകതയുടെ അർത്ഥം, അതിൻ്റെ പല വശങ്ങൾ, സ്റ്റേൺബർഡിൻ്റെ തിയറി, ഗിൽഫോർഡിൻ്റെയും ടോറൻസിൻ്റെയും കാഴ്ചപ്പാടുകൾ, വാലസിൻ്റെ ഘട്ടങ്ങൾ, ബുദ്ധിയുമായുള്ള ബന്ധം, പിന്നെ അത് അളക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്തു. MA സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ പഠനത്തിന് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. ഒരു കാര്യം കൂടി ചിന്തിക്കാൻ വിടാം. ഈ പറയുന്ന സിദ്ധാന്തങ്ങളും ടെസ്റ്റുകളൊക്കെ സർഗാത്മകതയെ പൂർണ്ണമായി വിശദീകരിക്കുന്നുണ്ടോ? അതോ വ്യക്തിപരമായ അനുഭവങ്ങൾ, നമ്മൾ വളർന്നു വന്ന സംസ്കാരം, ഇതിനൊക്കെ എത്രത്തോളം പങ്കുണ്ട്? ഇതൊക്കെ തുടർന്നും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്.